വെടിക്കെട്ട് അപകടമുണ്ടായ തൃശൂർ മുണ്ടത്തിക്കോട്ടെ ദുരന്ത സ്ഥലത്തു നിന്നും വീണ്ടും ശരീരഭാഗങ്ങൾ കണ്ടെത്തി. അപകട സ്ഥലത്തു നിന്നും 400 മീറ്റർ മാറിയാണ് കൈയുടെയും തലയുടെയും ഭാഗങ്ങൾ കണ്ടെത്തിയത്. സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസ് തിരച്ചിൽ തുടരുന്നത്. നേരത്തെ 1 കിലോമീറ്ററിൽ നിന്നും കണ്ടെത്തിയ ശരീരാവശിഷ്ടം മനുഷ്യന്റേതല്ല എന്ന് പരിശോധനയിൽ കണ്ടെത്തി. അതേസമയം ചികിത്സയിൽ കഴിയുന്ന 4 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. സോണൽ കൃഷ്ണ വിവരങ്ങൾ നൽകും. സോണൽ, ഇന്നലത്തേതുപോലെ തന്നെ ഇന്നും തിരച്ചിൽ തുടരുകയാണ്. ശരീരഭാഗങ്ങൾ ഇന്നും കണ്ടെത്തുന്നുണ്ട്. എന്താണ് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ? സ്മൃതി, പ്രധാനമായി പറയേണ്ടത് രാവിലെ മുതൽ ഇതുവരെയുള്ള തിരച്ചിലിനൊടുവിൽ ഏകദേശം 5ഓളം ശരീരഭാഗങ്ങളാണ് കണ്ടെത്തിയത്. ഇന്ന് രാവിലെ അങ്ങാടിയിൽ, അതായത് പ്രധാന നഗരത്തിൽ നിന്ന് കണ്ടെത്തിയ ആ ശരീരാവശിഷ്ടം അത് മനുഷ്യൻ്റേതല്ല എന്നുള്ളത് ടെസ്റ്റുകൾക്കിപ്പുറം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഏറ്റവും ഒടുവിൽ കണ്ടെത്തിയിട്ടുള്ളത് ഒരു കൈയും ഒരു തലയുടെ ഭാഗവുമാണ് എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത്. എന്തായാലും തിരുവനന്തപുരത്ത് നിന്ന് ഇവിടേക്ക് എത്തിയിട്ടുള്ള തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടുള്ള DNA മൊബൈൽ യൂണിറ്റിൽ കൃത്യമായ DNA പരിശോധന ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. ഏകദേശം 132 ശരീരഭാഗങ്ങളാണ് നിലവിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ളത് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നുള്ളത്. ഇന്നലെ ഫോറൻസിക് സർജൻ പറഞ്ഞതുപോലെ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹ ഭാഗങ്ങളിൽ ഏകദേശം 2ഓളം ശരീരം ഉണ്ട് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇനി 3 പേരെയാണ് തിരിച്ചറിയാനുള്ളത്. 4 പേരായിരുന്നു ഇന്നലെ തിരച്ചിലിനൊടുവിൽ വൈകിട്ട് ലഭിച്ച ശരീരഭാഗം ഗിരിയുടേതാണെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞ് ഇന്നലെ ഗിരിയുടെ സംസ്കാരം ഉൾപ്പെടെ നടത്തിയതാണ്. ഇനി തിരിച്ചറിയേണ്ടത് 3 പേരെയാണ്. എന്തായാലും DNA പരിശോധനാ ഫലം, ആദ്യഘട്ടത്തിൽ ശേഖരിച്ച സാമ്പിളുകൾ അയച്ച DNA പരിശോധനാ ഫലം തിരുവനന്തപുരത്ത് നിന്ന് ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെയോ ലഭ്യമാകുമെന്നുള്ളതാണ് ഡോക്ടർമാർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. എങ്കിൽ ഈ 3 പേരുടെ കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഓരോ ഗ്യാങ്ങുകളായി തിരിഞ്ഞ്, ടീമുകളായി തിരിഞ്ഞാണ് ഇപ്പോൾ ആ പരിസര പ്രദേശങ്ങളിൽ പോലീസ് തിരച്ചിൽ നടത്തുന്നത്. സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.